എല്ലാവർക്കും വേദാന്തു മലയാളം ചാനലിലേക്ക് സ്വാഗതം. എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടോ? വീട്ടിൽ എങ്ങനെ പോകുന്നു നിങ്ങളുടെ സ്കൂൾ കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നതിനേക്കാൾ മുന്നേ നിങ്ങളോട് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് പറയാനായിട്ടുണ്ട്. എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കാലമായിട്ട് ഇങ്ങനെ എന്താ പറയുക നോക്കിക്കൊണ്ടിരിക്കുന്ന ഡേറ്റ്സ് എല്ലാം ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അല്ലെങ്കിൽ NTA. NTAയുടെ അണ്ടറിൽ വരുന്ന നമ്മുടെ JEE മെയിൻ സെഷൻ 1, സെഷൻ 2, ദെൻ നമ്മുടെ CUET എക്സാംസ്, ദെൻ NEET എക്സാംസ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡേറ്റ് ഇപ്പോൾ റിലീസായിട്ടുണ്ട്. എന്താ പറയുക, 2 ദിവസമായി നമ്മുടെ ഈ ഒരു പ്രസ് റിലീസ് കഴിഞ്ഞിട്ട്. സോ ഒന്നുകൂടെ കൺഫേം ചെയ്തിട്ട് നിങ്ങളടുത്ത് വന്ന് പറയാമെന്ന് വിചാരിച്ചു. വെറുതെ ഒരു ഡേറ്റ് നിങ്ങളെ മുന്നേ വന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഒഫീഷ്യലി ഫൈനലി അതൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഡേറ്റ്, നീറ്റിൻ്റെ ഡേറ്റ് നടക്കാനായിട്ട് പോകുന്നത് ഈ വർഷം NEET 2024 നടക്കാനായിട്ട് പോകുന്നത് May 5th. May 5th. പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണെന്നുള്ള കാര്യത്തിലൊക്കെ നമ്മൾ ഡൗട്ട് മാറി കിട്ടി. പേപ്പർ ആൻഡ് പെൻ OMR ഷീറ്റിൽ തന്നെയാണ് നമ്മൾ ഈ വർഷവും നമ്മുടെ NEET എക്സാം എഴുതാനായിട്ട് പോകുന്നത്. JEEന്റെ കേസിലേക്ക് വരുമ്പം നമുക്കറിയാം അത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണെന്നുള്ള കാര്യം. നടക്കാൻ സെഷൻ 1 ആണെങ്കിൽ 24th Jan to 1st Feb ആണ് 2024 ഈ എക്സാം നടക്കാനായിട്ട് പോകുന്നത്. ആൻഡ് സെഷൻ 2 ആണെങ്കിൽ 1st April 2024 to 15th April 2024 എന്താ പറയുക നമ്മുടെ JEE സെഷൻ 2 നടക്കാനായിട്ട് പോകുന്നത്. നീറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു May 5th. ദെൻ CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് UG ടെസ്റ്റ് നടക്കുന്നത് അഗെയിൻ അതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. നടക്കാനായിട്ട് പോകുന്നത് 15th May to 31st May 2024 നടക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക, കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. ഇതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് ഇനിയിപ്പോൾ ആപ്ലിക്കേഷൻ ഫോം എന്ന് റിലീസ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരാനിരിക്കുന്നുണ്ട്. സോ അതിൻ്റെയൊക്കെ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക. എന്തായാലും വരുന്ന അപ്ഡേറ്റ്സ് ഉടനെ തന്നെ ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ആൻഡ് യെസ്, എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. നമ്മുടെ വീക്ക്വസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാട്ടോ. കാരണം MCQs നിങ്ങൾക്ക് മാക്സിമം പോയാൽ ഒരു ദിവസം നിങ്ങൾക്ക് 30 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് വീക്ക്വസിലൂടെ. സോ നിങ്ങൾ അതൊക്കെ സീരിയസ് ആയിട്ട് എല്ലാ MCQസും നല്ല അടിപൊളിയായിട്ട് പഠിച്ചൊക്കെ എഴുതാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്നില്ലേന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുക. ആൻഡ് ഓൾസോ തിയറി ക്ലാസ്സസ്, ഡീറ്റെയിൽഡ് ക്ലാസ്സസ് നമ്മൾ ഇടുന്നുണ്ട്. അത് ഏതൊരു എൻട്രൻസിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും നിങ്ങൾക്ക് അത് കാണാനായിട്ട് കഴിയും. ആൻഡ് അഗെയിൻ ആ തിയറി പാർട്ടൊക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ട് ദെൻ നിങ്ങളുടെ ഒരു എന്താ പറയുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും എടുത്ത് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്കറിയാലോ നമ്മുടെ ഈ ഒരു സമയത്തിന് ഭയങ്കര വാല്യൂ ഉള്ള എക്സാംസ് ആണ് ഇതെല്ലാം. നമ്മൾ എത്രയും പെർഫെക്റ്റ് ആവുന്നു അത്രത്തോളം നമുക്ക് എക്സാം നല്ല അടിപൊളിയാക്കി നമുക്ക് എഴുതാനായിട്ട് കഴിയും. സോ നിങ്ങളെ പ്രാക്ടീസാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. നിങ്ങൾക്ക് തിയറി കോൺസെപ്റ്റ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും PYQs കിട്ടാവുന്നിടത്തോളം നിങ്ങൾ ചെയ്യാം. PYQs ആയാലും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആയാലും അതൊക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ന്യൂമറിക്കൽസ് ഒക്കെ നല്ലോണം ചെയ്ത് അതിനെ പഠിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ പറയാനായിട്ടുള്ളത്. ഈ ഒരു ഡേറ്റ്സ് പെട്ടെന്ന് നിങ്ങളടുത്തേക്ക് ഞാൻ പറയാമെന്ന് വിചാരിച്ചു. എല്ലാവരും നല്ല രീതിയിൽ ഓർത്തിരിക്കുക ഡേറ്റും കാര്യങ്ങളൊക്കെ. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനു വേണ്ടി ചെയ്യാനായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫോം ആയാലും അതിൻ്റെ കാര്യങ്ങളായാലും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. സോ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള വീഡിയോസ് അതിൻ്റെ ടൈം ആവുന്ന സമയത്ത് എന്തായാലും നിങ്ങളടുത്ത് വന്ന് ഞങ്ങൾ പറയുന്നതായിരിക്കും. സോ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ, ഈ ഒരു പെട്ടെന്നുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് ഇത്രയേ ഉള്ളൂ. വേറൊരു ദിവസം വേറൊരു ടോപ്പിക്കായിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ. ദിസ് ഈസ് മീ ഷിബ്ല സൈനിങ് ഓഫ് ഫ്രം വേദാന്തു മലയാളം. ബൈ.